മഴ തോരും മുമ്പയുടെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ അലീന വൈജയന്തിയുടെ മകളാണോ എന്നുള്ള സംശയം മാലതി നമ്മുടെ ഗംഗാധരേട്ടനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഗംഗാധരൻ അങ്ങനെ അത്ര വിശ്വാസമാവണില്ല. എന്തായാലും കൃഷ്ണമോളോട് അലീനയ്ക്ക് പറ്റിയ അപകടത്തിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അമ്മയിൽ നിന്ന് ഞാൻ പലതും അറിഞ്ഞ്, അതുകൊണ്ട് മോൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ എല്ലാം പറയും. എനിക്ക് അലീന ചേച്ചിനെ ഒരുപാട് ഇഷ്ടമാണ്. അമ്മയ്ക്ക് ഭയങ്കര അസൂയനി. അമ്മ അച്ഛനെയും അലീന ചേച്ചിനെയും വെച്ച് മോശമായി കമ്പയർ ചെയ്യുന്നുണ്ട് അങ്കിൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ വൈജയന്തിയുടെ സ്വഭാവം അവർക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. പിന്നീട് അമ്മനോടും ചെന്ന് ചോദിക്കുന്നുണ്ട് അലീനനെ കൊണ്ടുവന്നതിൻ്റെ കാരണം, അലീനനെ കാണാൻ ഇതിനു മുന്നേ പോയിട്ടുണ്ടോയെന്നും അങ്ങനേതായ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചോദിക്കണേന്ന് ചോദിക്കും. കുഞ്ഞിരാമേട്ടൻ ഇതിന് മുന്നേ അലീനനെ കാണാൻ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതും വൈജയന്തിൻ്റെ കുഞ്ഞിന് ജീവിച്ചിരിപ്പുണ്ടോയെന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെ സംശയം ചോദിച്ചപ്പോൾ നമ്മുടെ മുത്തശ്ശിക്ക് എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നുണ്ടായിരുന്നു. അലീന തന്നെയാണോ വൈജയന്തിയുടെ ആ കുഞ്ഞ്, അതുകൊണ്ടാണോ കുഞ്ഞിരാമേട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അങ്ങനെയൊക്കെ ഒരു ചിന്ത നമ്മുടെ മുത്തശ്ശിയുടെ മനസ്സിൽ വന്ന് മുത്തശ്ശി അങ്ങനെ ആകെ ഡൗട്ട് അടിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ. പിന്നീട് ഹോസ്പിറ്റലിൽ കാണിക്കുന്നത്. ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറോട് വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഭാര്യനെ വേണ്ടപ്പെട്ട റിലേറ്റീവ്സിനൊക്കെ കാണാൻ സമ്മതിക്കാത്തത് നിങ്ങളെന്ന് ചോദിച്ചപ്പോൾ 3 ബ്ലോക്ക് ഉണ്ട്, 3 എണ്ണം ഞങ്ങൾ റിക്കവർ ചെയ്ത് കഴിഞ്ഞു, പക്ഷേ ഇനിയൊരെണ്ണം കൂടി വന്നാൽ താങ്ങാനാവില്ല, ആൾ മരിച്ചു പോകും, അതുകൊണ്ടാണ് ആൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ആൾ പറഞ്ഞിട്ട് തന്നെയാണ്. മാത്രമല്ല വൈഫിനെ കാണാൻ താല്പര്യപ്പെടുന്നുമില്ല, അതൊരു വശം. പിന്നെ ബാലേന്ദ്രന് തക്കതായ എന്തോ ഒരു ഷോക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയും. പിന്നീട് നമ്മുടെ വൈജയന്തിയുടെ വിഷമം വൈജയന്തി ചേട്ടനോട് ഇപ്പോൾ സഹോദരനോട് പറയുന്നുണ്ട്. ബാലേന്ദ്രൻ്റെ ഭാഗം ശരിയൊന്നുമല്ല, ബാലേന്ദ്രൻ പറയുന്നതൊന്നും അങ്ങനെ ശരി വയ്ക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറയും. അപ്പോൾ ചോദിക്കുന്നത് നീ ശരിയാണോ എന്ന് ചോദിക്കുന്നു വൈജയോട്. നീ ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ ആകെ അങ്ങോട്ട് ടെൻഷൻ അടിക്കുന്നുണ്ട്. നീ തന്നെ പറ, ആ വീട്ടിൽ അമ്മയ്ക്ക് ബാലേന്ദ്രനോട് ഇഷ്ടക്കുറവില്ല, ബാലേന്ദ്രനാണ് ശരിയെന്ന് അമ്മ പറയുന്നു, ബാലേന്ദ്രന് ശരിയെന്ന് നിൻ്റെ മക്കൾ പറയുന്നു, പിന്നെ നിനക്ക് എന്തുകൊണ്ട് ശരി, നീ മാത്രം എന്താ ഇങ്ങനെ പറയണത്, നീ നിൻ്റെ നില മറക്കരുത്, നീ ആരെന്നുള്ള കാര്യം നീ മറന്നു പോകുന്നൊക്കെ പറഞ്ഞപ്പോൾ വൈജയന്തി ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഗംഗാധരൻ മാലതിയും കൂടെ സംസാരിക്കുന്നത് എങ്ങനെ ഇത് സോൾവ് ചെയ്യുന്നു. അപ്പോൾ മാലതി എന്നെ പറയണേ നമുക്കുള്ളോട് പറയാം, ബാലേന്ദ്രൻ എല്ലാം അറിഞ്ഞു എന്നിങ്ങനെ പറയാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വൈജയന്തി ഇങ്ങനെ ഷോക്കായിട്ട പോലെ നിൽക്കുന്ന ഒരു ഭാഗവും അതുപോലെ തന്നെ ബാലചന്ദ്രൻ പുച്ഛത്തോടെ ചിരിച്ചു നിൽക്കുന്നതുമാണ് പ്രൊമോയുടെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.